നമ്മൾ വയനാട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. തിരുവമ്പാടിയിൽ നിന്ന് മുഹമ്മദ് ഷഹീദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷഹീദ്, തിരുവമ്പാടിയിലെ ഒരു ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ 64.88. എന്തുകൊണ്ടാണ് ഇപ്പം ഷഹീദിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞോ? ഇത്രയും താഴ്ന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവർ? ആര്യ, പ്രാഥമികമായും അവരെല്ലാവരും ആ തരത്തിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിൽ ഏകദേശം 9-10% പോളിംഗിന്റെ കുറവ് തിരുവമ്പാടി മണ്ഡലത്തിൽ മാത്രമുണ്ടായി. അത് വയനാട് മണ്ഡലത്തിൽ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിലും സമാനമായ രീതിയിലുള്ള കുറവ്, 10%-അധികമുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. പ്രധാനമായും അവർ സൂചിപ്പിക്കുന്നത് ആളുകൾക്ക് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. അത് ക്യാമ്പയിൻ സമയത്ത് അവരുടെ വീടുകളിലേക്ക്, വോട്ടർമാരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും, അവരുടെ റെസ്പോൺസ് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു താല്പര്യക്കുറവ് അവർക്കുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രത്യേകിച്ചും പ്രിയങ്കയുടെ ലീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായി UDF പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ UDF പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നൊരു കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ വന്ന സമയത്ത് തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പിന്നീട് പ്രചരണ ഘട്ടത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം കൂടി, മറ്റൊരു ചില വിലയിരുത്തൽ കൂടി അവിടെ ഈ നമ്മുടെ നാട്ടുകാരുമായും രാഷ്ട്രീയ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, LDFന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള തീവ്രമായ ഒരു പ്രചരണത്തിലേക്ക് അവർ പോയിരുന്നില്ല. കാരണം അങ്ങനെ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ UDFും സമാനമായ രീതിയിൽ ഉണരുകയും UDF ക്യാമ്പുകളും ഉണരുകയും അത് വലിയ തോതിലുള്ള പോളിംഗിലേക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് വലിയൊരു ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന് ചൂട് നൽകാതിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി LDF അത്തരൊരു തന്ത്രം പുറത്തെടുത്തു. അതിൻ്റെ പ്രതിഫലനം UDF ക്യാമ്പുകളിലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രചരണ ഘട്ടത്തിൽ ആ തരത്തിലുള്ള ഒരു ചൂടേറിയ പ്രചരണം വയനാട്ടിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വാസ്തവമായി അവർ സമ്മതിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ബൈ ഇലക്ഷനാണ്. അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഔപചാരികമായി എത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, അതിനോട് വീണ്ടും അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാനുള്ള വോട്ടർമാരുടെ മടി. പക്ഷേ അങ്ങനെയൊക്കെ കണക്കുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രധാനമായും അത് ആദ്യം ഈ കണക്കുകളുടെ ഈ കുറവ്, പോളിംഗ് ശതമാനത്തിൽ ഈ കുറവ്, അതിന് ഉത്തരം പറയേണ്ടി വരിക UDFും കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയായിരിക്കും. പ്രധാനമായും അത് രാഹുൽ ഗാന്ധിയുടെ 2019 വരവിന് ശേഷം പിന്നീട് 24 കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായ ലീഡിൽ ഭൂരിപക്ഷത്തിലുണ്ടായ കുറവ്, അന്നും വയനാട്ടിൽ സമാനമായ രീതിയിൽ അത് പൊതുവെ എല്ലാ മണ്ഡലങ്ങളും പോളിംഗ് ശതമാനം കുറവായിരുന്നു. ആ കുറവ് വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പോളിംഗ് ശതമാനത്തിൽ കുറവ് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷത്തിലും ഒരു 70-75,000 ഇടയിലുള്ള ഭൂരിപക്ഷത്തിലുള്ള കുറവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോളിംഗ് കുറയുന്ന സാഹചര്യം, പ്രിയങ്കയ്ക്ക് പോളിംഗ് കുറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും ലീഡ് കുറയുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ വലിയ തോതിൽ UDFനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയമായി വലിയ പല മറുപടികൾ പറയേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം LDF ഒക്കെ തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, വയനാട് പോലെയുള്ള ഈസി വാക്കോവറുള്ള അല്ലെങ്കിൽ BJP ഒരു പ്രമുഖ ശക്തിയല്ലാത്തൊരു സ്ഥലത്ത് എന്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരത്തിന് ഇറങ്ങുന്നു എന്നൊരു ചോദ്യമൊക്കെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനുള്ളിലും ചില ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ പ്രാഥമികമായി നമ്മൾ ഈ ഘട്ടത്തിൽ ഭൂരിപക്ഷത്തിലുള്ള അല്ലെങ്കിൽ ഈ പോളിംഗ് ശതമാനം UDFന്റെ ഈ ഭൂരിപക്ഷ പ്രതീക്ഷകൾക്ക് മേൽ വലിയൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്.